നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഫെമിനിസം വേഴ്സസ് തീവ്ര ഫെമിനിസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കത് സമത്വമാണ്, മറ്റു ചിലർക്ക് അത് അസമത്വം. എങ്ങനെയാണ് അത് സമത്വമാവുന്നത്, എങ്ങനെയാണ് അത് അസമത്വമാവുന്നത്, ആരാണ് ശരി, നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് അസമത്വങ്ങളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞ ഒന്ന് മാത്രമാണ് ഫെമിനിസം. പക്ഷേ തീവ്ര ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ എത്ര തന്നെ നമ്മൾ മനസ്സിലാക്കിയാലും തീവ്ര ഫെമിനിസം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഫെമിനിസം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ആ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്വം, സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും സമത്വം വേണം, സംവരണം വേണം. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും ഒട്ടും പുറകിലല്ല എന്നൊരു വാസ്തവം ആണ് അതവർ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ ഫെമിനിസം എന്ന കാര്യം തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ സ്ത്രീകൾ അടിമകളായിരുന്നു. അതിനുശേഷം പല സമൂഹത്തിലും സമുദായത്തിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ അടിമകളായി തന്നെ ജീവിക്കുന്നു. അവർ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്താതെ തന്നെ പോകുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് ഫെമിനിസം. അത് പുരുഷന്മാരെ തോൽപ്പിക്കാനുള്ള ഒരു പ്രസ്ഥാനമല്ല, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഈ തീവ്ര ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോഴൊക്കെ നടക്കുന്നത് മിക്ക സ്ഥലത്തും തീവ്ര ഫെമിനിസ്റ്റിൻ്റെ ഒരു ആധിക്യമാണ്. പുരുഷന്മാരെ ഉന്മൂലനം ചെയ്യുക, പുരുഷന്മാരെ ഒന്നും ഇല്ലാതാക്കുക, പുരുഷന്മാരെക്കാളും മികച്ചതാണ് സ്ത്രീകൾ എന്ന ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും പുരുഷൻ നീതി കിട്ടേണ്ട എല്ലാ സ്ഥലത്തും സ്ത്രീകൾ എന്താണ് അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിയമങ്ങൾ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണങ്ങൾ നൽകുന്നു എന്ന അവസരത്തിൽ പോലും ആ അവകാശങ്ങളും നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയുടെ പേരാണ് തീവ്ര ഫെമിനിസം. പുരുഷൻ കഴിഞ്ഞ ദീപകിൻ്റെ നമുക്കറിയാം, ഒരു യുവാവ് മരിച്ചു, ദീപക് എന്ന് പറഞ്ഞ വ്യക്തി. ആ ഒരു കേസിൽ ഞാൻ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, അതിനകത്ത് ഫെമിനിസം എന്ന് പറഞ്ഞ് വാദിക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ്, നമ്മുടെ ദീപക് ആണ് മനഃപൂർവ്വം ആ കുട്ടിയെ പോയി ഉരസുകയും ആ കുട്ടിക്ക് ഷിഞ്ചിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുത്തു എന്നവർ വാദിക്കുകയാണ്. അതുമാത്രമല്ല, ആ പെൺകുട്ടിക്കൊപ്പമാണ്, ആ ഒരു ഇത്രയും ക്രിമിനലായിട്ടുള്ളൊരു പെൺകുട്ടിക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് അവർ വാദിക്കുന്നു. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷേ പുരുഷനും വേണ്ടേ? പുരുഷനും എന്താ പറയുക, രാവിലെ ജോലിക്ക് പോകുന്നു, കുടുംബം നോക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, പുരുഷന്മാർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്ത്രീ പുരുഷ സമത്വം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് അസമത്വങ്ങൾ ഒരുപാട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.